NGO ക്വാർട്ടേഴ്സിൽ കുടിവെള്ളമില്ലാത്തതിനെ തുടർന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെ പ്രതിഷേധം ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ, പോലീസൊക്കെ ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു. ഈ പ്രതിഷേധക്കാർ. റാഫി കരീം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. റാഫി, നിലവിൽ എന്താണ് സ്ഥിതി? പ്രതിഷേധം തുടരുകയാണോ? ഉന്മേഷ്, തീർച്ചയായും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. കാരണം ഇന്ന് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങി പോവുക എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ നിലപാട്. കാരണം കഴിഞ്ഞ 6 ദിവസമായി വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത്. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇവർ നിരന്തരം ഈ വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിനായി വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരു തവണ പോലും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവുകയോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെ പറയുന്നത്. ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം വേണം, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. ഈ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ആ ജീവനക്കാരൻ ഇവിടെ എത്തി വാൽവ് തുറന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഇവിടെ അഭിപ്രായം. നിങ്ങൾ എത്ര ദിവസമായി വെള്ളം കിട്ടിയിട്ട്? ഞങ്ങൾ ഒരാഴ്ചയായി ചേട്ടാ വെള്ളം കിട്ടാതിരുന്നിട്ട്. ഇപ്പൊ ഈ ഫുള്ള് വാൽവ് പ്രശ്നമാണ് ഇപ്പൊ മെയിൻ പ്രശ്നം. ഇപ്പൊ ഈ ഒരു 4 മണിക്കൂർ ഫുൾ വാൽവ് തുറന്നു തന്നിട്ട് ഞങ്ങളുടെ എല്ലാ കൊട്ടേഴ്സുകളിലും വെള്ളം എത്തും. അത് ഇവര് ചെയ്യുന്നില്ല. വാൽവ് ഇച്ചിരി തുറക്കും, ഗ്രൗണ്ടിൽ ഒരു നൂല് പോലെ വെള്ളം വരും. അതുകൊണ്ട് എന്താകാനാണ്? ക്വാർട്ടേഴ്സിൽ ഒന്നും കയറുന്നില്ല, മേളിലോട്ടൊന്നും വെള്ളം കയറുന്നില്ല. നമുക്ക് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഞങ്ങളുടെ പിള്ളേര് പോലും ഭക്ഷണം പോലും കഴിക്കാണ്ടിരിക്കും. പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കണത്. ഞങ്ങൾക്ക് ജോലിക്ക് വേണ്ടേ, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണ്ടേ? ഇതൊന്നും നടക്കുന്നില്ല. നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റി വിവരം അറിയിച്ചില്ലേ? എല്ലാം അറിയിക്കുന്നുണ്ട്. എല്ലാവരും അറിയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വരും, നാളെ വരും, 1 മണിക്കൂറിനുള്ളിൽ ഉച്ചയ്ക്ക് വരും, വൈകിട്ട് വരും. ഇന്ന് ഞങ്ങൾ ആ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ഈ നേരം വരെയും വെള്ളം വന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ട് കുട്ടികളെ അടക്കം സ്കൂളിൽ വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതെ, കുട്ടികളെ പോലും സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. അവര് ബാത്റൂമിൽ പോകണം. നമ്മളെ പോലെ അല്ല, അവര് പിടിച്ചു നിൽക്കുക. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്തോരം വെള്ളം വേണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേസ്റ്റ് പോലും നീക്കം ചെയ്യാൻ ഇവിടെ ആള് വരുന്നില്ല. അതും ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഈ പോലീസ് എന്ത് പരിഹാരമാണ് ഇപ്പൊ പറയുന്നത്? പോലീസ് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പോലീസും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിലറുമുണ്ട്. ഇപ്പോൾ ഇവരുമായി സംസാരിക്കുകയാണ്, ചർച്ച നടത്തുകയാണ്. നാളെ രാവിലെ ഈ പ്രശ്നം പരിഹരിക്കാം, നാളെ രാവിലെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാം എന്നുള്ളൊരു വിവരം പോലീസ് ഇവരോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇത്തരം വാഗ്ദാനങ്ങൾ മുമ്പും പലവട്ടം ലഭിച്ചിട്ടുണ്ട്, എന്നാൽ അതൊന്നും നടപ്പായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നമ്മളിവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും നിലവിലിവിടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പോലീസുകാരും നേതാക്കന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവര് പറയുന്ന രീതി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ രാത്രി തന്നെ പരമാവധി ഇപ്പൊ തന്നെ നമുക്ക് വെള്ളം കിട്ടണം. പരമാവധി കുറച്ചായിട്ടല്ല പരമാവധി ഇപ്പൊ തന്നെ വാട്ടറിലേക്ക് വിളിക്കാൻ പറ്റുമോ? അവർ വരുമോ? വാട്ടറിലേക്ക് വിളിക്കുമോ? പരമാവധി വാട്ടർ അതോറിറ്റി ആളുകൾ വരികയും അത് ഇപ്പൊ തുറന്ന് വെള്ളം നമുക്ക് കിട്ടാനുള്ളതും വാട്ടർ ടാങ്കർ ലോറി ആണെങ്കിൽ അതും കിട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഇവർ ആരും വിളിച്ച ഫോൺ എടുക്കത്തില്ലാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ ഇപ്പൊ തന്നെ അവർ വരാന്ന് പറഞ്ഞിട്ട് ടാങ്കർ ലോറി. അപ്പൊ ഇപ്പോഴും നമ്മുടെ 2 പ്രതിനിധികള് സ്റ്റേഷനിലേക്ക് ചെന്ന് സംസാരിക്കാണ്ട് പറഞ്ഞേക്കണേ. പോലീസ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനിൽ ചെല്ലാൻ 2 പ്രതികൾ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല. നിലവിൽ നാളെ രാവിലെ നമുക്ക് ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ പരമാവധി നമുക്ക് ഇന്ന് തന്നെ വെള്ളം കിട്ടാനുള്ള സംവിധാനം വേണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇന്ന് വൈകുന്നേരം ഇപ്പൊ ഈ പോലീസ് എന്താണ് പറയുന്നത്? പോലീസിന്റെ നമ്മുടെ ഇവിടുത്തെ 2 പ്രതിനിധികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ച് ആയിട്ട് സംസാരിച്ച് ഇന്ന് രാത്രി തന്നെ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഷ്യം. നിങ്ങൾ അതിന് തയ്യാറല്ല? കാരണം ഞങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ വെള്ളം കിട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്ത്രീകളടക്കം കുട്ടികളടക്കം എല്ലാ ആളുകളുടെ ആവശ്യം. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എത്ര ദിവസമായി? 5 ദിവസമായി. ഞങ്ങൾക്ക് ഓഫീസിൽ പോകാൻ, കുളിക്കാനോ ഞങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഒന്നും വെള്ളമില്ല. പല ആളുകൾക്ക് ലീവില്ല, പലരും അവധി എടുത്തിരിക്കാന്ന് അറിഞ്ഞു. അതെ, ഞങ്ങൾക്കിപ്പോ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് പലരുടെയും ലീവുകളൊക്കെ തീർന്നിരിക്കണു. ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ജോലിക്ക് പോകാതിരിക്കാനും പറ്റില്ല. കുളിക്കാതെയും നനയ്ക്കാതെയും ജോലിക്ക് പോകാൻ പറ്റുമോ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞങ്ങളുടെ കുട്ടികൾ, കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള വീടുകളുണ്ട് ഒത്തിരി. ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. എത്ര കുടുംബങ്ങളാണ് മൊത്തം ഇവിടെ താമസിക്കുന്നത്? ഇവിടെ 1000 നിങ്ങൾ ഈ പരാതി വാട്ടർ അതോറിറ്റി അറിയിക്കുമ്പോൾ അവരെന്ത് മറുപടിയാ പറയുന്നത്?
മറുപടി പറയാൻ ഫോൺ എടുക്കുന്നില്ല, വാട്ടർ അതോറിറ്റി ഫോൺ എടുക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾ ആരോട് ഈ പരാതി പറയും? അതുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങിയെന്ന് മാത്രം. തീർച്ചയായും ഇവർ ഈ സമരം അവസാനിപ്പിക്കാൻ ശരി തയ്യാറല്ല. റാഫി, ഏതായാലും കുടിവെള്ളം ഇല്ലാത്തതെന്ന് പറയുന്നത് അത് വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരും അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അടിയന്തരമായി തന്നെ അവിടെ വാട്ടർ അതോറിറ്റി ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.